نفس ذائقة الموت وإنما توفون أجوركم يوم القيامة. وعلى آله وصحبه أجمعين. الله سبحانه وتعالى സജീർ, സഖീലി, ഫൗസീലി, ഫാത്തിമി അങ്ങനെ കുറെ പേരുകൾ വായിക്കുമ്പോൾ ഏതെങ്കിലും മഹാന്മാരായ അല്ലെങ്കിൽ മഹതികളായ ആളുകളുടെ പേരുകൾ എന്നല്ല, മറിച്ച് കഴിഞ്ഞ ദിവസം വരെയും നമ്മുടെ ചുറ്റുപ്രദേശത്ത് ജീവിക്കുകയും അള്ളാഹുവിന്റെ വിളിക്ക് ഉത്തരം ചെയ്യുകയും ചെയ്തിരിക്കുന്ന ഒരാളെ കുടുംബത്തിന്റെ കഥ നാം വായിച്ചു കേട്ടിട്ടുള്ളൂ. അള്ളാഹു അവർക്ക് കൊടുക്കുമാറാവട്ടെ. അവർ ശേഷിക്കുന്ന കുടുംബാംഗങ്ങൾക്ക് അള്ളാഹു സമാധാനം നൽകി ലഭിക്കുമാറാവട്ടെ. ഈ ഒരു സംഭവത്തിൽ നമുക്കൊരുപാട് കാര്യങ്ങൾ പഠിക്കുവാനുണ്ട്. ഒന്ന്, 6 മാസം പ്രായമായ ഒരു പതി രക്ഷപ്പെടുകയും ആരോഗ്യവതികളായ യുവതി യുവാക്കന്മാർ മരണപ്പെടുകയും ചെയ്യുന്ന ഒരു വാർത്ത വായിക്കുമ്പോൾ അള്ളാഹു തീരുമാനിക്കുന്ന ഖദാഇന്റെ ഖദറിന്റെ ഉറച്ച ഒരു വിശ്വാസം നമുക്കുണ്ടാവുകയും ആർക്കാണ്, എപ്പോഴാണ്, എന്താണ് തീരുമാനിക്കുന്നത്. മറ്റൊന്ന്, പിന്നെ അതിന്റെ കാരണങ്ങളാണ്. ധൃതി ഒരു കാരണമായി പറയാം. സൂക്ഷിക്കേണ്ട ഭാഗമാണ്. സൂചിപ്പിച്ചു പിശാചിന്റെ പൈശാചികമായ പ്രവർത്തനമാണ് ധൃതി എന്നത് സൂക്ഷിക്കേണ്ട ഭാഗമാണ്. മറ്റൊരു കാരണം ഒരുപക്ഷെ അശ്രദ്ധയാവാം, ഉറക്കമാവാം, മയക്കമാവാം. അതൊന്നും നാം എത്ര ശ്രമിച്ചാലും ഒരുപക്ഷെ പിടികിട്ടാത്ത അല്ലെങ്കിൽ കൈവിട്ടു പോകുന്ന വിഷയങ്ങളാണ്. അത്ര സന്ദർഭത്തിൽ നമുക്ക് പ്രാർത്ഥിക്കാനും വകുപ്പുള്ള പുസ്തകങ്ങളിലെ സ്വന്തം കളങ്ങളുടെ അവസാന ഭാഗത്ത് നമുക്ക് വായിക്കാം. ربنا لا تؤاخذنا إن نسينا أو أخطأنا. ഞങ്ങൾ അശ്രദ്ധ കൊണ്ട് അല്ലെങ്കിൽ വീഴ്ചകൾ കൊണ്ട് മറവികൾ കൊണ്ട് സംഭവിച്ചു പോകുന്ന പാകപ്പിഴവുകളെ അത് കാരണമായി നീ പിടിച്ച് ശിക്ഷിക്കലറബേ എന്ന് പാരമ്പരികമായ ശിക്ഷയെക്കുറിച്ചും ആവാം, ഭൗതികമായി അത്തരത്തിലുള്ള അപകടങ്ങൾ പഠിച്ചവരെ കാത്തുരക്ഷിക്കണേ എന്നുള്ള പ്രാർത്ഥനയുമാവാം. ആ പ്രാർത്ഥന പ്രാർത്ഥിക്കുന്ന നമുക്ക് നിർവാഹമുണ്ട്. ഒന്നും ആലോചിച്ച സഹോദരങ്ങളെ, കേവലം ഒരു നിമിഷത്തെ ഉറക്കമോ മയക്കമോ അശ്രദ്ധയോ ആണ് ഇത്രയും ജീവനുകൾ എടുത്തത് അപകടങ്ങളുണ്ടാക്കുന്നതെങ്കിൽ ഈ പ്രപഞ്ചത്തെ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ പ്രപഞ്ചത്തെ സംരക്ഷിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന്റെ മഹത്വം, ഇത് ഇത്രയും അതിസങ്കീർണമായ ഈ പ്രപഞ്ചത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന അള്ളാഹുവിന് ഞാൻ ഒരു നിമിഷം ഉറങ്ങിപ്പോവുകയോ മയങ്ങിപ്പോവുകയോ ചെയ്യുന്നെങ്കിൽ എന്തെല്ലാം അപകടങ്ങൾ ഉണ്ടാവണം. സൂചിപ്പിക്കുമ്പോൾ ഇല്ല, അവൻ ഉറങ്ങാത്തവനാണ്, മയങ്ങാത്തവനാണ്. അള്ളാഹു എപ്പോഴും എല്ലാ നിമിഷങ്ങളിലും നമ്മുടെ പ്രവർത്തനങ്ങളെ അതിസൂക്ഷ്മമായി നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് നാം വായിക്കേണ്ടത്, മനസ്സിലാക്കേണ്ടത്. നമ്മുടെ പ്രവർത്തനങ്ങൾ നിരീക്ഷിച്ചുകൊണ്ടിരിക്കുന്നു. നമ്മെപ്പോലെ വികാരങ്ങളുണ്ടായിരുന്ന ഒരുപക്ഷെ ലത്തിക്കാറും നേതൃത്വം പ്രതീക്ഷിച്ചതായിരിക്കാം അവർ. പെരുന്നാളും പുതിയ ഉപ്പായങ്ങളും മൈലാഞ്ചികളും പ്രതീക്ഷിച്ചതാവാം അവർ കടന്നുപോയി. ഇനി നമുക്ക് അങ്ങനെയൊന്നില്ല, അത് വരാനില്ല, പറയാൻ കഴിയില്ല. ഇപ്പോ 4-ാമത്തെ ആയത്തിൽ 4-ാമത്തെ റക്അത്തിൽ ഇമാം ഓതി വെച്ചിരിക്കുന്ന ആയത്തിൽ നാം ശ്രദ്ധിച്ചു. കുല്ലു നഫ്സിൻ ദാഇഖത്തുൽ മൗത്ത് വഇന്നമാ തുവഫൗന ഉജൂറകും യൗമൽ ഖിയാമ. ഇപ്പോൾ ഓതിക്കേണ്ടതാണ്. എല്ലാ മനുഷ്യരും മരണത്തെ രുചി അറിയുന്നു. നമ്മുടെ പ്രവർത്തനങ്ങളുടെ കർമ്മഫലം അള്ളാഹു പിന്നീട് രേഖപ്പെടുത്തുന്നു. ഈ വിഷയം സ്റ്റാഫ് റൂമിൽ ചർച്ച ചെയ്തപ്പോ ചില സഹപ്രവർത്തകർ പറയുന്നു പക്ഷേ എന്തെല്ലോ അന്നു പറയാത്തത് കൊണ്ട് സംഭവിക്കാതിരിക്കുമോ, പറഞ്ഞത് കൊണ്ട് അത് സംഭവിക്കുമോ? ഇല്ല,
തീരുമാനമല്ല, അള്ളാഹുവിന്റെ തീരുമാനമാണ്. നമ്മുടെ വാക്കുകൾ കൊണ്ട് സംഭവിക്കുന്നതല്ല. പക്ഷേ നാം ശ്രദ്ധിക്കേണ്ടത്, വിശ്വാസികളായ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വാക്ക് മാത്രം സൂചിപ്പിക്കട്ടെ, അള്ളാഹു നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന തീരുമാനത്തിന് മുമ്പ്, വിധിക്ക് മുമ്പ് നമുക്ക് നൽകിയിരിക്കുന്ന ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തിയോ? എന്ന് പറഞ്ഞെടുത്ത്, നിങ്ങളുടെ പ്രവർത്തനങ്ങളുടെ ഫലം തരാമെന്ന് പറഞ്ഞെടുത്ത് നാം എത്ര ഉപയോഗപ്പെടുത്തിയെന്ന്. 11 തറാവീഹ് നമസ്കാരം കഴിഞ്ഞു. വിശുദ്ധ റമദാനിന്റെ 3/4 തീർന്നു. വിശുദ്ധ റമദാൻ കൊണ്ട് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം പലതവണ മിമ്പറുകളിൽ വെച്ച് കണ്ടു. ലഅല്ലകും തഖൂൻ, വിശ്വാസികളെ നിങ്ങൾ മുത്തഖീങ്ങളാവാനാണ്, സുഷ്മ പാലിക്കുന്നവരാവാനാണ് എന്ന് പറഞ്ഞ ആ തഖ്വയുടെ 3/4 രൂപപ്പെട്ട് കഴിഞ്ഞിരിക്കുന്നു. ഇല്ലേ? ഇല്ലെങ്കിൽ വിശുദ്ധ റമദാൻ കഴിയുമ്പോഴേക്കും ഒരു പൂർണ്ണ മുത്തഖിയായി വളരേണ്ട നമ്മുടെ മനസ്സിനകത്ത് തഖ്വ നാമ്പിട്ട് അതിൽ ചിറകുകൾ വെച്ച്, അല്ലെങ്കിൽ അതിന് തുവലുകൾ വന്നു, അതല്ലെങ്കിൽ അതിന് ഇടലുകൾ വന്നു, അത് ഏറെക്കുറെ 3/4 വളർന്നു കഴിഞ്ഞിരിക്കുന്നു. ഇനി ബാക്കി 2 ഭാഗം വളരുമ്പോഴേക്കും പൂർണ്ണനായ ഒരു തഖ്വയുള്ള മുത്തഖിയായി മാറിയെങ്കിൽ ആലോചിച്ചുകൂടെ, എന്റെ പ്രവർത്തനങ്ങൾ വെച്ചുകൊണ്ട് മാറിയോ എന്റെ പ്രവർത്തനങ്ങൾ? മാറ്റമുണ്ടായ ഒരു നാവിന്, മാറ്റമുണ്ടായ ഒരു കാതുകൾക്ക്, എന്റെ ചിന്തകൾക്ക്? ഇല്ലെങ്കിൽ ഇനി ആരെ കാത്തു നിൽക്കാനാണ്? ഇനിയെപ്പോഴാണ് നമുക്ക് അവസരം ഉണ്ടാവുക എന്നൊരാലോചന ഈ ഒരു സംഭവം വെച്ചോട് ആലോചിക്കാം. മാക്കാൻ കഴിയില്ല, മാറ്റിവെക്കാൻ കഴിയില്ല. നമുക്ക് നിശ്ചയിച്ചിരിക്കുന്ന അവധിക്ക് മുമ്പ് ലഭിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്താൻ ശ്രമിക്കണമേ എന്ന് മാത്രമേ സൂചിപ്പിക്കുന്നുള്ളൂ. പ്രിയമുള്ളവരെ, നമുക്ക് അത്തരത്തിലുള്ള അപകടങ്ങളിൽ അള്ളാഹു രക്ഷപ്പെടുത്തുമാറാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. പക്ഷേ തീരുമാനം അള്ളാഹുവിന്റെ. അതിനു മുമ്പ് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഇനിയും ഇന്ന് നാളേക്ക് മാറ്റിവെക്കാതെ ഇന്ന് ലഭിച്ചിരിക്കുന്ന അവസരം എങ്ങനെ ഉപയോഗപ്പെടുത്താം? ഇൻഷാ അല്ലാഹ് നാളെ നമുക്ക് ലഭിക്കുന്നുവെങ്കിൽ ആ ദിവസം എങ്ങനെ ഉപയോഗപ്പെടുത്താമെന്ന് ഊർജ്ജസ്വലമായി ആലോചിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യണമെന്ന് മാത്രം സൂചിപ്പിച്ചുകൊണ്ട് അവസാനിപ്പിക്കട്ടെ. സുബ്ഹാനഹു വ തആല നമുക്ക് ലഭിച്ചിരിക്കുന്ന അവസരങ്ങൾ ഉപയോഗപ്പെടുത്തുവാനുള്ള ഈമാനും തഖ്വയും അല്ലാഹു പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കുമാറാവട്ടെ. നാം ചെയ്തിരിക്കുന്ന അനുഷ്ഠിച്ചിരിക്കുന്ന നോമ്പുകളെയും സൽക്കർമ്മങ്ങളെയും അല്ലാഹു സ്വീകരിക്കുമാറാവട്ടെ. ربنا تقبل منا انك انت السميع العليم وتب علينا انك انت التواب الرحيم. ربنا اصرف عنا عذاب جهنم ان عذابها كان غراما انها ساءت مستقرا ومقاما. امين برحمتك يا ارحم الراحمين.